അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭയ് കൃഷ്ണൻ. ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാർക്കും എന്നെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പേര് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈയിടെ ഞാൻ വിചാരിച്ചു സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സും റിലേറ്റീവ്സും പിന്നെ പുതിയതായിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ ഒരു തോന്നൽ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി ഒരു 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 കുറച്ച് നാളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനൊക്കെ പഠിച്ചു വരികയാണ്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. ആക്ച്വലി കുറേ കാലമായി തുടങ്ങിയിട്ട്, പക്ഷേ സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് ഞാനൊരു ബുക്ക് തൽക്കാലത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വായിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ദ സൈക്കോളജി ഓഫ് മണി മോർഗൻ ഹോസലിൻ്റെ ബുക്കാണ്. ഞാൻ സത്യം വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി. അപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് വായിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് വായിച്ച് തീർക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ മേ ബി ഒരു ദിവസം 2 pages അല്ലെങ്കിൽ 3 pages ഒക്കെ വായിക്കുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഞാൻ അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ഫ്രേസ് കണ്ടായിരുന്നു. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ടൊരു വാക്കായിരുന്നു അത്, കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. പണ്ട് തൊട്ടേ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ട ഒരു കുറച്ച് ലൈൻസ് വളരെ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ തോന്നി. ഞാനിപ്പോൾ അതിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും വായിക്കാം. ഓക്കെ, 3rd ലൈൻ തൊട്ടാണ് തുടങ്ങുന്നത്. കോമ്പൗണ്ടിങ് ഓൺലി വർക്ക്സ് ഇഫ് യു ക്യാൻ ഗിവ് ആൻ അസെറ്റ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ടു ഗ്രോ. ഇറ്റ്സ് ലൈക്ക് പ്ലാന്റിംഗ് ഓക്ക് ട്രീസ്. A year of growth will never show much progress. 10 years can make a significant difference, and 50 years can create something absolutely extraordinary. എല്ലാവരും വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് പലർക്കും അറിയുന്നുണ്ടാകും കേട്ടോ. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പലർക്കും ഇത് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഇന്നലെ എൻ്റെ റൂംമേറ്റായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറേ വർഷമായിട്ട് ഖത്തറിലുണ്ട്. മേ ബി 7-8 years ഒക്കെ ആയിട്ട് ഖത്തറിലുണ്ട്, അല്ലെ അതിൽ കൂടുതൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് എനിക്ക് ആൾക്കാരായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാനും എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. ചിലപ്പം വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ചില ആൾക്കാർക്ക് അത് വലിയ കാര്യമായിരിക്കും. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി അത്ര അറിയില്ല, അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മേ ബി ചെറിയ സേവിങ്സിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് അക്കൗണ്ടിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നോക്കട്ടെ, ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോൾ ഇത് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ ബ്യൂട്ടി ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാജിക് ഒക്കെ കണ്ട് തുടങ്ങുന്നത് മേ ബി ഒരു 10-20 years ഒക്കെ കഴിഞ്ഞിട്ടാണ്. നമ്മൾ പലരും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷം 2 വർഷത്തിലൊക്കെ ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടാത്തതിൽ പരാതികൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. കാരണം എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ, ഞാൻ പലപ്പോഴും കണ്ടൊരു രീതിയാണ്, മേ ബി ഒരു ടൈമിൽ പലപ്പോഴും ഒരു ബുൾ മാർക്കറ്റ് ഉള്ള സമയത്തായിരിക്കും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഹൈ റേറ്റ് ഉണ്ടായ സമയത്താണ് ചിലപ്പോൾ ഒരാൾ മേ ബി ഒരു 50,000 ഒക്കെ ഇട്ടിട്ടുണ്ടാവുക. ഇനീഷ്യലി കുറേ ആൾക്കാർ പറയുന്നത് കേട്ട് നല്ല പോസിറ്റീവ് റിസൾട്ട് മാർക്കറ്റിൽ കാണുമ്പോഴാണ് പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് എപ്പോഴും ഒരു ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺസ് കാണണമെന്നുണ്ടെങ്കിൽ കുറേ ഇയേഴ്സ് എടുക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കൊക്കെ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഒരു പ്രൈസ് ഇട്ടവർക്ക് മേ ബി ഒരു 2 years ഒക്കെ കഴിയുമ്പോൾ നല്ലൊരു റിട്ടേൺസ് കാണാൻ പറ്റും. വളരെ ഹ്യൂജ് അല്ല,
പക്ഷെ എങ്കിലും കുഴപ്പമില്ലാത്ത. ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിക് ഒന്ന് മാറിപ്പോകുന്നു. അപ്പോൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യുക ഒരു 10-20 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10-20 ഇയേഴ്സ് ഒക്കെ മിനിമം വെയിറ്റ് ചെയ്യുക. പെട്ടെന്നൊന്നും റിട്ടേൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പോവാതിരിക്കുക. പിന്നെ ആരെങ്കിലും ഇത് കണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ എനിക്കതിന് എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ആയി ഒരു 10-20 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്കറിയുന്ന ബേസിക് കാര്യങ്ങളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഡിഫറൻസ് ഇതിലൊക്കെ എങ്ങനെ വരുന്നില്ല ഒരു സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതായത് സേവിങ്സ് അക്കൗണ്ട്, ഡെറ്റ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട്, പിന്നെ ഷെയർസ്. ഇതിൽ ഒരു 1 ലക്ഷം ഇനീഷ്യലി നമ്മൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ എത്രയുണ്ട് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്നത് കാണിച്ചിട്ടുള്ളൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ ഇടാം. അപ്പോൾ മനസ്സിലാവും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ 4% ആണ് റിട്ടേൺസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ 1 ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് 1,48,000 റുപ്പീസ് ആവും. മറിച്ച് അത് ഷെയർസിൽ, അതായത് സ്റ്റോക്കിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എവറേജ് റിട്ടേൺ പറയുന്നത് 16% ഇയർലി. അപ്പോൾ 10 ഇയേഴ്സിലേക്ക് 16% കണക്ക് കൂട്ടി റിട്ടേൺസ് കൂട്ടുന്ന സമയത്ത് 4,41,000 റുപ്പീസിലേക്ക് എത്തും. അതൊരു വലിയ ഡിഫറൻസ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴല്ല ഒരു മാജിക്ക് സംഭവിക്കുന്നത്. 10 ഇയേഴ്സ് കഴിഞ്ഞ് ഒരു 20 ഇയേഴ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സ് 30 ഇയേഴ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും. ചിലപ്പം ക്രോർസിലേക്കോ അല്ലെങ്കിൽ 50 ലാക്സ് അങ്ങനെ അത്രയും ഹ്യൂജ് വാല്യൂയിലേക്കൊക്കെ പോകും. നമ്മൾ വിചാരിക്കുക എത്തില്ല എന്ന്, പക്ഷേ എത്തും. അതാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. എനിക്കറിയുന്ന ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ.